ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ കൈ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കി നിർത്തിയാൽ, കുറച്ചു നേരം നിർത്തിയാൽ, എൻ്റെ പ്രാണൻ സമാധിയിലേക്ക് നയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരായിട്ട് നിലത്ത് വീഴുന്നു തുടങ്ങും. ക്ലാപ്പ് അടിച്ചാൽ അവിടെ പലരും വിളിച്ചു പോകാൻ തുടങ്ങും. ഒരു മൈൻഡിൻ്റെ ട്രെയിനിങ് ഇല്ലാതെ അവർ എങ്ങനെ ഇരുന്നാൽ പോലും നമുക്ക് ഊർജ്ജത്തെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർ വീഴുത്താഴും. അയാൾക്ക് ലൈഫിൽ വേണ്ടത് എന്താ? ഓപ്പണായിട്ട് പറയുന്നില്ല, ക്യാമറയുടെ മുന്നിലായതുകൊണ്ട്. അയാൾക്ക് ലൈഫിൽ വേറെ കുറെ പൈസ ഉണ്ട്, പൈസ കഴിഞ്ഞാൽ അടുത്ത വേണ്ട കുറെ കാര്യങ്ങൾ. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് ചില വീഡിയോകൾ. അതെ, അവർ വിചാരിക്കും കുറെ ആൾക്കാരെ അട്രാക്ട് ചെയ്യും. ഏറ്റവും വലിയ കുത്തവിദ്യക്കാരാണ് ശിവൻ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ദീക്ഷ കൊടുക്കാത്ത പലർക്കും? ദീക്ഷ കൊടുത്തിട്ട് അവരെന്തെങ്കിലും എൻ്റെ ഊർജ്ജ പ്രക്രിയക്ക് എന്തെങ്കിലും തെറ്റു വരുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അവരെ ഇല്ല, മീൻസ് അവർ ഊർജ്ജത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അതൊരു മാന്ത്രിക വിദ്യയാണ്. എത്ര വർഷമായി? 1 വർഷമായിട്ടുള്ളൂ നമ്മൾ ഇതിലേക്ക് വന്നിട്ട്. എന്നാലും ഒരു 100-ലധികം ആൾക്കാർക്ക് ദീക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല സിനിമ ബ്രഹ്മേന്ദ്ര എന്നും. ബ്രഹ്മേന്ദ്ര സിനിമയുടെ പേര് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങിയല്ലോ, എന്തോ ഒരു ബ്രഹ്മയുഗോ. അപ്പൊ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങി. അതിൽ മമ്മൂട്ടി പറഞ്ഞു താന്ത്രികന്മാരെല്ലാം മാന്ത്രികന്മാരാന്ന് പറഞ്ഞു. ഇയാൾ എന്നോട് സിനിമയുടെ ഡയലോഗ്, താന്ത്രികന്മാര് മാന്ത്രികന്മാരാവില്ലല്ലോ, മാന്ത്രികവും താന്ത്രികം രണ്ടല്ലേ എന്ന്. ഒരുപാട് പേര് ഹിപ്നോട്ടിസവും ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്യുന്നതാണ് ഇന്റർവ്യൂ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മൾ ഈ സ്പിരിച്വൽ കണ്ടന്റുകളൊക്കെ ഡീൽ ചെയ്യുന്നെങ്കിലും ടെക്നീഷ്യൻസ് ആയിട്ട് നിൽക്കുന്നവർക്കൊന്നും ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്ത കുറെ പേരുണ്ട്. ഇവരെയൊക്കെയാണ് ഇവർ പരീക്ഷിക്കുക. ഇവർ മസിൽ പിടിക്കും, പറ്റില്ല. അതേസമയം അവിടെ ചില സാഹചര്യങ്ങൾ നടക്കാതെ പോകും. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ വന്നു പോകുന്ന ഓരോരുത്തരും പറയും, ഇപ്പോൾ അങ്ങ് ഇവിടെ വന്നിരിക്കുന്നു, അങ്ങേക്കൊരു എനർജി ഉണ്ട്, അങ്ങേരുടേതായ ഒരു ഊർജ്ജമുണ്ട്, അങ്ങ് ഇവിടെ നിന്ന് പോകുമ്പോഴും അതോടെ കുറെ സമയം ഉണ്ടാവും. അപ്പൊ അങ്ങേ പോലുള്ളവരാണ് കൂടുതലും ഈ സ്റ്റുഡിയോയിലേക്ക് വന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഇവിടെ ഹിപ്നോതെറാപ്പി ചെയ്യാനും ഹിപ്നോട്ടിസം ചെയ്യാനും ഒക്കെ. പക്ഷെ നമ്മള് ഓക്കെ, നിങ്ങൾക്ക് ഈ കഴിവുണ്ടെങ്കിൽ ചെയ്യൂ എന്നൊരു മനസ്സോടുകൂടി നിൽക്കുന്ന സമയത്ത് അവർക്കത് സാധ്യമാകുന്നുണ്ട്. അപ്പോ ആഗ്രഹമില്ലാത്ത ഒരാളെ ഇത് ചെയ്തെടുക്കാൻ പാടാണ്. ഒരു ഇന്റർവ്യൂവിൽ ആരോ എന്നോട് പറഞ്ഞതാണ്, നിരീശ്വരവാദികളെ ഒന്നും ബാധിക്കില്ല, കാരണം അവർക്ക് ഇതിൽ വിശ്വാസവും ഇല്ല. ചെറിയ വിശ്വാസമുള്ളവർക്കാണ് ചില പ്രശ്നങ്ങൾ ബാധിക്കുന്നത്. അതെ, അങ്ങനെ ഒരു കാര്യം അറിയാവും. ഇപ്പൊ ഹിപ്നോട്ടിസം ആണെങ്കിലും അല്ല വേറെ എന്തെങ്കിലും ഉള്ളൊക്കെ മൈൻഡിൽ ഇങ്ങനെ പറയല്ലേ. ഇപ്പൊ മന്ത്രമാണെങ്കിൽ പറയുമ്പോൾ മന്ത്രം ഒരു വാക്കാണ്, അത് സൈക്കോളജിപരമായി ആൾക്കാരെ ഇതാക്കുക എന്ന്. ശരിക്കും ഞാൻ പറയുന്ന തയ്യാറെടുപ്പ് അതല്ല. ഇപ്പൊ കുറച്ച് പേര് ഇവിടെ വന്നിരിക്കുന്നു, ഞാൻ അവരോട് അക്ഷരം മിണ്ടുന്നില്ല. ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ കൈ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കി നിർത്തിയാൽ, കുറച്ചു നേരം നിർത്തിയാൽ, എൻ്റെ പ്രാണൻ സമാധിയിലേക്ക് നയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരായിട്ട് നിലത്ത് വീഴുന്നു തുടങ്ങും. ഒരു വാക്കുപോലും മിണ്ടാതെ. അവിടെ ഞാൻ ഇങ്ങനൊരു ക്ലാപ്പ് അടിച്ചാൽ അവിടെ പലരും വിളിച്ചു പോകാൻ തുടങ്ങും. ഒരു മൈൻഡിൻ്റെ ട്രെയിനിങ് ഇല്ലാതെ. അപ്പോൾ വന്നിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതെന്താണ്. അവിടെ ഡോക്ടർമാരും വലിയ വലിയ പ്രൊഫസർമാരും വന്നിരിക്കുന്നത്. അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒന്നും വേണ്ട. ഇപ്പം അവർ എങ്ങനെ ഇരുന്നാൽ പോലും നമുക്ക് ഊർജ്ജത്തെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർ വീഴും താഴോട്ട്. അതിനൊരു സൈക്കോളജിസം വല്ല ഒരു രീതിയില്ല. അത് എനർജിയാണ്. എനർജി കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. അപ്പം ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിക്കാൻ അവിടെ ഒരു ഇതുമില്ല. ഇപ്പം എനിക്ക് സൈക്കോളജി എന്താണെന്നറിയില്ല, ഹിപ്നോട്ടിസം എന്താണെന്നറിയില്ല. പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് അതായിരിക്കും. പക്ഷെ എനിക്കതിനോട് ഒരു വിഷമമാണ്. എന്നുവെച്ചാൽ ആത്മീയപരമായി ഇത്രയും ഒരു കാര്യം ജീവിതത്തിലുണ്ട് ഓരോ ജീവന്റെ. അതിന് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് മനസ്സില്ലാത്തതാണ് ആത്മീയത. അതിനെ അതാക്കി കളയല്ലെന്നൊരു ആഗ്രഹം നന്നായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സമർപ്പണം വേറെയാണ്. സമർപ്പണം ഇപ്പം ഞാനൊരു സമർപ്പണം എന്ന് വെച്ചാൽ അങ്ങയുടെ ഇമോഷൻസ് എന്നെ ബാധിക്കും. ഞാൻ ഈ ഊർജം വെക്കുന്നു, ആ ഊർജത്തിൽ നിങ്ങൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പാടാണ്. എൻ്റെ ഈവെന്റിൽ ഓരോരുത്തർ വരുമ്പോൾ പോലും ഓരോരുത്തർ ഇരിക്കുന്ന സ്ഥാനം വെച്ച് എനിക്കറിയാൻ പറ്റും എങ്ങനെയുള്ളവരാണ്. ആ സമയത്ത് നമ്മൾ ആ സ്റ്റേറ്റിലാണ്. അപ്പം പലരും വരുമ്പം തന്നെ എനിക്കറിയാം ഇവർ. ഇപ്പം നമ്മൾ ബ്രാഹ്മി 21 days ഓൺലൈൻ പ്രോഗ്രാം 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഞാൻ ഓരോരുത്തരായിട്ട് പറഞ്ഞു വിട്ടു തുടങ്ങും. പേയ്മെന്റ് അടച്ചാൽ അവരെ പറഞ്ഞു വിട്ടു തുടങ്ങും. അപ്പോൾ കൂടുതലുള്ള എന്താ ഗുരുജി നിങ്ങൾ പറഞ്ഞു വിടുന്നത്, അയാൾ IT പ്രൊഫസർ അല്ലായിരുന്നു, അയാൾക്ക് എത്ര നല്ല വിദ്യ, അയാൾ അലമ്പുണ്ടാക്കില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല, വിടുവാണ്. എന്തുകൊണ്ട്? അവര് പരീക്ഷണമാണ്. പരീക്ഷിക്കാൻ വരുന്നവരെ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. പരീക്ഷണമൊക്കെ ഉള്ളവരെ അങ്ങ് പറഞ്ഞാലും ഞാൻ ആരാന്നുള്ള ചോദ്യത്തിലല്ലേ എൻ്റെ അരികിൽ വന്നിട്ട് കഥയുള്ളൂ. അതില്ലാതെ എന്നെ അറിയാൻ വേണ്ടി വരുന്നവൻ എന്തിനാണ് ആത്മീയത? അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഇപ്പോഴും അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബോധം. എന്നോടല്ല ബോധം, സ്വയമേ ഉണ്ടാവണം. സ്വത്തിനെ എന്താണെന്ന് അറിയാനുള്ള തിരിച്ചറിവിന്റെ പുറത്തൊന്നല്ല കഥയുള്ളൂ. അല്ലാതെ എന്നിൽ നിന്ന് വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്ന തൊഴിലിടുന്നത് ഇതൊന്നും അമാനുഷികതയല്ല. അവർ പ്രാണം മുകളിലോട്ട് ഉയർന്ന ആ സ്റ്റേറ്റിൽ എത്തുവാണ്. അവരവസ്ഥ അനുഭവിക്കുകയാണ്. താൻ ആരാണെന്ന തിരിച്ചറിവുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആദിഗുരുവിനെ തിരി വരാം. തീർച്ചയായിട്ടും വരാം.
ആ ആത്മാർത്ഥമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ എത്തും. പരീക്ഷണത്തിനായി ആരും വരണമെന്നില്ല, ആത്മാർത്ഥമായ ആഗ്രഹം അല്ല, എപ്പോഴും ഒരു ഗുരുവിന്റെ അരികിൽ വരേണ്ട അതിനാണല്ലോ, അവർക്ക് പറ്റാത്ത ഒരു കാര്യം എത്തിക്കാനല്ലേ. അപ്പൊ എൻ്റെ അരികിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെത്രത്തോളം പൂർണ്ണമായെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണതയല്ലാത്തവരൊന്നും നമ്മുടെ ഒരു കോഴ്സിലും നമ്മൾ എടുക്കാറില്ല. അതവരെന്ന് മനസ്സിലാവും. അവരെയും കൊണ്ടിരുന്ന മറ്റുള്ളവർക്ക് കൂടി പ്രശ്നമാണ്. എല്ലാവരും ആത്മീയത ചിന്തിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഇതിലൊക്കെ സർപ്പങ്ങളുടെ ഇതൊക്കെ വെക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഒരാളെൻ്റെ ഇടയ്ക്ക്, അതായത് ചെന്നൈയിൽ നിന്ന് വന്നേ, അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല സിനിമ ബ്രഹ്മേന്ദ്ര എന്നും. ബ്രഹ്മേന്ദ്ര സിനിമയുടെ പേര്, മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങിയല്ലോ, എന്തോ ഒരു ബ്രഹ്മയുഗോ. അപ്പൊ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങി. അതിൽ മമ്മൂട്ടി പറഞ്ഞു താന്ത്രികന്മാരെല്ലാം മാന്ത്രികന്മാരാന്ന് പറഞ്ഞു. ഇയാൾ എന്നോട് സിനിമയുടെ ഡയലോഗ്. അപ്പം താന്ത്രികന്മാര് മാന്ത്രികന്മാരാവില്ലല്ലോ, മാന്ത്രികവും താന്ത്രികം രണ്ടല്ലേ എന്ന്. ഗുരുജി മാന്ത്രികമെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ എത്തിയത്. അപ്പോൾ മാന്ത്രികം എവിടെ കിട്ടുമെന്ന്. മൂപ്പര് ഞാൻ മധുരയിൽ നിൽക്കുക, മധുരയിലോട്ട് എന്നെ കാണാമെന്ന് ചെന്നൈയിൽ നിന്ന് വണ്ടി ഓടിച്ച്. മൂപ്പര് വെച്ച് മന്ത്രവാദം പഠിക്കാനാണ്. മൂപ്പര് ഇന്റൻഷൻ എന്താ? മന്ത്രവാദം പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടതൊക്കെ കിട്ടും. അയാൾക്ക് ലൈഫിൽ വേണ്ടത് എന്താ? ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, ക്യാമറയുടെ മുന്നിലായതുകൊണ്ട്. അയാൾക്ക് ലൈഫിൽ വേറെ കുറെ പൈസ ഉണ്ട്, പൈസ കഴിഞ്ഞാൽ അടുത്ത വേണ്ട കുറെ കാര്യങ്ങൾ. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് ചില വീഡിയോകൾ. അതെ, അവർ വിചാരിക്കും കുറെ ആൾക്കാരെ അട്രാക്ട് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും, സെറ്റ്സ് കിട്ടും, മണി കിട്ടും. ഇടയ്ക്ക് ഒരാളോട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പേര് പറയുന്നില്ല, ഒരു വലിയ മഹാക്ഷേത്രത്തിലെ ഒരു വിഗ്രഹം ഇരിപ്പുണ്ട്. കേരളത്തിൽ തന്നെ വലിയ മഹാക്ഷേത്രത്തിലെ വിഗ്രഹം. അവിടെ സ്ത്രീകളെല്ലാം ചെല്ലുന്ന സമയത്ത് അവരുടെ സ്വർണ്ണം എല്ലാം ഊരിക്കൊടുക്കും. അവർക്ക് പിന്നെ ആ വിഗ്രഹത്തിലും പോറ്റിമാരോടൊക്കെ വല്ലാത്തൊരു ആഗ്രഹമായിരിക്കും. ആ പറയുന്ന വ്യക്തി അതിനെ വിചാരിക്കുന്നത് ഒരു മാന്ത്രികം, അത് അങ്ങനെയാണ് മാന്ത്രികം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരു കാര്യം, അല്ലെ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവരെ വശീകരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് പഠിക്കാം. ഗുരുജി അപ്പോൾ ഈ ആൾക്കാരെയൊക്കെ എന്തോ ചെയ്യുന്നുണ്ട്, അവർ താഴെ വീഴുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ അതാണ് സംഭവം. അതൊരു മാന്ത്രികതയാണ്, പക്ഷെ അത് ഒരാഗ്രഹമില്ലാത്ത മാന്ത്രികതയാണ്. എല്ലാ ഗുരുക്കന്മാരും ഗുപ്തവിദ്യക്കാരാണ്. ഗുപ്തവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു തലമാണ്. ഏറ്റവും വലിയ ഗുപ്തവിദ്യക്കാരാണ് ശിവൻ. അപ്പോൾ ഗുപ്തവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ളവരുടെ നശനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അത് അതിൻ്റെ രീതിയിൽ നടക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് ദീക്ഷ കൊടുക്കാത്ത പലർക്കും? ദീക്ഷ കൊടുത്തിട്ട് അവരെന്തെങ്കിലും എൻ്റെ ഊർജ്ജ പ്രക്രിയയ്ക്ക് എന്തെങ്കിലും തെറ്റു വരുന്ന രീതിയിലായി കഴിഞ്ഞാൽ എനിക്ക് അവരെ ഇല്ല, മീൻസ് അവർ ഊർജ്ജത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അതൊരു മാന്ത്രിക വിദ്യയാണ്. പക്ഷെ അതൊരിക്കലും ഒരാളുടെ നാശത്തിനുള്ളതല്ല, ആത്മീയ വളർച്ചയ്ക്കാണ്. ഒരു മാന്ത്രികത കൊണ്ട് മാത്രമേ ഒരു ആത്മസാക്ഷാത്കാരം സംഭവിക്കുള്ളൂ. എത്രത്തോളം ശിഷ്യഗണങ്ങൾക്ക് ദീക്ഷ കൊടുത്തിട്ടുണ്ടാവും? എത്ര വർഷമായി? 1 വർഷമായിട്ടുള്ളൂ നമ്മൾ ഇതിലേക്ക് വന്നിട്ട്. എന്നാലും ഒരു 100-ലധികം ആൾക്കാർക്ക് ദീക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുമായും എന്ന് വെച്ചാൽ ദീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പം 5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. ഇപ്പോഴും പലയിടത്തും ശിഷ്യന്മാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരാൾക്ക് കൊടുക്കുന്നില്ല, അറിയാത്തവർക്കാണ് പലർക്കും ദീക്ഷ കയറി പോകുന്നത്. പിന്നെ അവരുമായിട്ട് കുറെ നാൾ സംസാരിച്ച് കഴിയുമ്പോഴായിരുന്നു ഇതന്ന് എന്റെ ശിഷ്യൻ തന്നെ. ആ ദീക്ഷ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രോസസ്സായി നടന്നുകൊണ്ട് തന്നെ കിട്ടും. ഗുരുവിൽ നിന്ന് ദീക്ഷ തന്നെ സംഭവിക്കുന്നതാണല്ല, നേരിട്ട് വരണമെന്നൊന്നുമില്ല ഇവിടെ. അതിഗുരുവായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് നമ്പർ കൊടുത്താൽ തീർച്ചയായും അങ്ങ് സംസാരിക്കും. അല്ല, ഞാനിപ്പോ പറഞ്ഞല്ലോ, അങ്ങ് പല ആൾക്കാർ ഇതൊക്കെ പറഞ്ഞാലും അവർ വിളിച്ചിട്ട് നാളെ ഭർത്താവിനെ കുറിച്ചുള്ള, അല്ലെ അവർക്ക് പല ലൈഫിന്റെ പ്രശ്നങ്ങളായിരിക്കും പറയുന്നത്. അത് എന്നൊക്കെ സമയിക്കുമ്പോൾ ഭൗതിക കാര്യത്തിൽ അവരൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മെഡിറ്റേഷൻ ചെയ്ത് സെൽഫ് റിയലൈസേഷൻ വരുന്നവർക്ക് ഞാൻ പറയില്ല, നമുക്ക് വെബ്സൈറ്റ് വഴി അവർ എന്താന്ന് വെച്ചാൽ നോക്കാം, അവർ തന്നെ നോക്കാം. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ആയിട്ടുള്ള ലെവൽ വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും. ആശ്രമത്തിന്റെ നമ്പറും പറ്റുമെങ്കിൽ തീർച്ചയായും അത് നമ്പർ കൊടുക്കാം. പ്രേക്ഷകർ ഒരുപാട് പേർ നമ്പർ ചോദിച്ച് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. അങ്ങയുടെ ആശ്രമത്തിന്റെ വെബ്സൈറ്റ് അഡ്രസ്സും നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങയുടെ ആശ്രമവുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർ പക്ഷെ നിങ്ങളൊരു ദിവസം യോഗീശ്വരലിംഗ സന്നിധിയിലോട്ട് വായോ, അവിടെ വന്ന എക്സ്പീരിയൻസ് അനുഭവിക്കുക. തൃശ്ശൂരേക്കുള്ള യാത്ര അവിടേക്ക് എത്താൻ സാധിക്കട്ടെ. വളരെ അവിചാരിതമായിട്ടാണ് ഈ രാത്രിയിൽ, പ്രേക്ഷകർ വിചാരിക്കും ഇതെന്താ ഈ രാത്രി എന്നൊക്കെ പറയുന്നത്. 1 മണി സമയം. സന്തോഷം. ശരി, അങ്ങനെ നമസ്കാരം.